എറണാകുളത്ത് നിന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പേര് എന്നത് വളരെ പ്രധാനപ്പെട്ടത് ദീപ്തി മേരി വർഗീസിൻ്റേത് ആയിരുന്നു. എന്തായാലും ദീപ്തി മേരി വർഗീസ് ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ദീപ്തി മേരി വർഗീസിൻ്റെ പേര് അവസാനം വെട്ടിമാറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ന്യൂസ് 18നോട് പ്രതികരിക്കുമ്പോൾ അടക്കം താൻ നോമിനേഷൻ പത്രിക ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടാൽ ഉടനെ മത്സരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പട്ടിക പുറത്തു വന്നപ്പോൾ ദീപ്തിയുടെ പേരും ഇല്ല. നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ദീപ്തി മേരി വർഗീസിന് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ചൊരു വനിത എന്ന നിലയിലുള്ള പരിഗണന. അതിനപ്പുറത്ത് കൊച്ചിയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു. അതിനുശേഷം മിനിമോളെ മേയറാക്കിയ സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കൃത്യമായൊരു അക്കോമഡേഷൻ നൽകും പാർട്ടി എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ദീപ്തിക്ക് അതിൽ അതിർത്തി ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ തുടർ നീക്കങ്ങൾ എന്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, ദീപ്തി കൊച്ചിയിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോസ്റ്റർ വരെ അടിച്ചിറക്കിയതായിരുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോട് അവർ പറഞ്ഞത് നോമിനേഷൻ വരെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം പെട്ടെന്നാണ് തന്റെ പേര് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിലും ഒരു കാലതാമസം വരേണ്ടി വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്നലെ ഉച്ചവരെ ദീപ്തി മേരി വർഗീസ്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ അല്പം അയഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. താനല്ല എങ്കിൽ പോലും മറ്റാരെങ്കിലും ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രചാരണം നടത്തും, താനാണ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രചാരണം തന്നെ അവിടെ ഉണ്ടാകുമെന്ന രീതിയിലേക്ക് പോലും ദീപ്തി കാര്യങ്ങൾ ആ രീതിയിലേക്ക് സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് ലത്തീൻ സഭയുടെ ആസ്ഥാനത്തെത്തി, ബിഷപ്പ് ഹൌസിലെത്തി പിതാവിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും പറഞ്ഞത് താൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം. താനും ആത്മവിശ്വാസത്തിലാണ്. തന്റെ പേര് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും തനിക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇല്ലെങ്കിലും ആ രീതിയിൽ അപ്പോൾ പ്രതികരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദീപ്തി അവസാനമായി മാധ്യമങ്ങളെ കണ്ടത്. പിന്നീട് ദീപ്തി നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, തനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല. ഇപ്പൊ ഷിയാസ് ആണ് സ്ഥാനാർത്ഥി എന്ന് വന്നതിന് ശേഷം ദീപ്തി പറയുന്നത് താൻ ഷിയാസിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ്. ഷിയാസും അല്പസമയം മുമ്പ് നമ്മൾ ഷിയാസിനോടും പ്രതികരണം തേടിയിരുന്നു. ദീപ്തി മാത്രമല്ല മറ്റെല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും തനിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് ഷിയാസും പറയുന്നത്. ഷിയാസ് എന്തായാലും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. രാവിലെ തന്നെ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ആളുകളോട് ഇവിടെ വോട്ട് അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലെത്തി ഇവിടെ സജീവമായിരിക്കുകയാണ്. എന്തായാലും ദീപ്തി മേരി വർഗീസ് വലിയ നിരാശയിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ ഇനി എന്താണ് അവരുടെ അടുത്ത നീക്കമെന്ന് നമുക്ക് വ്യക്തതയില്ല. വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നൊരു മറുപടിയാണ് ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ദീപ്തി പോകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തുടർ നടപടികളോ അല്ലെങ്കിൽ തന്റെ നിലപാട് പ്രഖ്യാപനമൊക്കെ ആ സമയത്ത് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. തുടക്കത്തിൽ ദീപ്തി ഏറെ പ്രതീക്ഷിച്ചിരുന്നത് തൃക്കാക്കര മണ്ഡലമാണ്. കാരണം നമുക്കറിയാം ഉമാ തോമസ് MLAക്കെതിരെ നിരവധി അവരുടെ പ്രാദേശിക നേതാക്കൾക്കടക്കം വലിയ വിയോജിപ്പുണ്ട്. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണം എന്നൊരാവശ്യം കേന്ദ്ര നേതാക്കൾക്കടക്കം കത്ത് എന്ന രീതിയിൽ പോവുകയും ചെയ്തു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു തൃക്കാക്കരയിൽ തന്റെ പേര് പരിഗണിക്കുമെന്നായിരുന്നു ദീപ്തി മേരി വർഗീസ് ആഗ്രഹിച്ചിരുന്നത്. കാരണം മേയർ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന് ശേഷം നേതൃത്വം തന്നെ തനിക്ക് ആ ഒരു ഉറപ്പ് നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തനിക്ക് കൊച്ചിയിൽ ഒരു സീറ്റുണ്ട്, എറണാകുളം ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകും എന്ന് തന്നോട് പറഞ്ഞിരുന്നു. തൃക്കാക്കരയാണ് താൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ MLAമാരെല്ലാം തന്നെ മത്സരിക്കണം എന്നതുകൊണ്ട് ദീപ്തി പിന്നീട് കൊച്ചിയാണ് പ്രതീക്ഷിച്ചത്. KC വേണുഗോപാൽ ദീപ്തിക്ക് വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പട്ടിക ചർച്ചയ്ക്കിടയിൽ ദീപ്തി മേരി വർഗീസിനെ തന്നെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ അടുത്ത അനുയായിയാണ്. അപ്പോൾ VD സതീശനാണ് മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുകയും ചെയ്തത്. ഒടുവിൽ VD സതീശൻ പറഞ്ഞതുപോലെ മുഹമ്മദ് ഷിയാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇനി അറിയേണ്ടത് ദീപ്തിയുടെ നീക്കം ഏത് വിധേയനയായിരിക്കും എന്നതാണ്. ഇനിയിപ്പോൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചുമതല ദീപ്തി മേരി വർഗീസിന് കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പക്ഷേ അധികാരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ദീപ്തിയോടുള്ള പാർട്ടിയുടെ നിലപാട്, ദീപ്തി എന്തായിരിക്കും പാർട്ടിയോടുള്ള പ്രതികരണം ഏത് വിധേയനയാകും എന്നതാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ദീപ്തി മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഷിയാസിന്റെ
സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷം ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കാണുകയോ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. വലിയ അവസാന നിമിഷം വരെ, അതായത് ഇന്നലെ ഉച്ചവരെ ദീപ്തി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷെ പിന്നീട് പട്ടികയിൽ തന്റെ പേരില്ല എന്നറിഞ്ഞതോടുകൂടിയാണ് പിന്നീട് ദീപ്തി നിലപാട് പിന്നീട് അറിയിക്കാം, ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. കൊച്ചി മേയറായി ദീപ്തി മേരി വർഗീസിനെ ആയിരുന്നു നേതാക്കൾക്കിടയിൽ വലിയ താല്പര്യവും ദീപ്തിയും അത് ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മിനിമോൾക്ക് മേയർ സ്ഥാനം നൽകുകയും അവിടെയും ദീപ്തിനെ ഒതുക്കി അല്ലെങ്കിൽ ദീപ്തിനെ അവഗണിച്ചു എന്ന തരത്തിലേക്ക് പോവുകയും AICC അടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യം ദീപ്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ അടക്കം അതിന്റെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആണ് ദീപ്തിക്ക് നിയമസഭയിൽ സീറ്റ് നൽകാമെന്നൊരു വാഗ്ദാനം പാർട്ടി നൽകിയത്. പക്ഷെ അതും അവഗണിച്ചിരിക്കുകയാണ്. ആ വാഗ്ദാനവും പാഴായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ദീപ്തിയുടെ അടുത്ത നീക്കം എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ദീപ്തി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവസാനം വരെയും കൊച്ചിയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് തന്നെയായിരുന്നു ദീപ്തി കരുതുകയും ചെയ്തിരുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും ഈ സൂചിപ്പിക്കുന്ന പോലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഒരു പാളിച്ച എന്നത് ഇത്തരത്തിൽ പലരോടും തയ്യാറായിരിക്കാൻ പറഞ്ഞിരുന്നു എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് വന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിലെ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി പറയുന്ന പരാതി താൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു, കാരണം നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമാണ് ലഭിച്ചത് എന്നതാണ്. ദീപ്തി മേരി വർഗീസും പറയുന്നത് സമാനമായ തരത്തിൽ തന്നെയാണ്. ഒരു സീറ്റ് ഉണ്ടാകുമെന്ന് നേതൃത്വം ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതുകൂടിയായിരിക്കാം വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്, അതൃപ്തി സൃഷ്ടിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് പറയുന്നത്. ദീപ്തി മേരി വർഗീസ് അടക്കം നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് ഉണ്ടാകും, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നും ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. കൊച്ചിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് ആണ് എന്നോടൊപ്പം ചേരുന്നത്. പ്രചാരണത്തിനിറങ്ങി അല്പമൊന്ന് വൈകിയെങ്കിലും ഈ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയല്ലേ? എന്തിനേയും അവഗണിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 10 വർഷക്കാലത്തെ ഇത്രയധികം ജനവിരുദ്ധമായ പിണറായി വിജയന്റെ സർക്കാരിനെ അറബിക്കടലിൽ താഴ്ത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ജനങ്ങൾ അത്രയധികം പൊറുതിമുട്ടി, ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിച്ച എല്ലാ കാര്യങ്ങളിലും ഒന്നുപോലും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പൊ കൊച്ചിയിൽ തന്നെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഞാനീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രശ്നം അതാണ്. 1 രൂപയ്ക്ക് സർക്കാർ കൊടുക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട്, ജനങ്ങൾ വാങ്ങുന്നത് 15 രൂപയ്ക്കും 12 രൂപയ്ക്കുമാണ് വാങ്ങുന്നത്. ബോട്ടിൽ വെള്ളമാണ് വാങ്ങുന്നത്. എല്ലാ വീടുകളിലും ജാറുകൾ കാണാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി തന്നെ മാസം ആയിരക്കണക്കിന് രൂപ ജനങ്ങൾ മാറ്റിവെക്കുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താ? സർക്കാരിന് വെള്ളം കൊടുക്കണ്ടേ? അതല്ലേ സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. വെള്ളമില്ല, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ 100 കണക്കിന് ആളുകൾ വീടിനു വേണ്ടി കാത്തിരിക്കുന്നു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർക്കാരിനെ മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ എത്ര കഠിനമായ ചൂടാണെന്നുണ്ടെങ്കിലും ആ ചൂടിനെയെല്ലാം തൃണവൽക്കരിക്കാനുള്ള കരുത്ത് കൊച്ചിയിലെ UDFനുണ്ട്, കേരളത്തിലെ UDFനുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.